മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ബോഗൺവില്ല പ്ലാന്റ്സ്. പക്ഷെ കൂടുതൽ നമ്മൾ കാണുന്നത് വേനൽക്കാലത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ പൂക്കൾ കാണുന്നത്. ഇപ്പോൾ വേനൽ മാറി മഴക്കാലം അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് ഇനത്തിലുള്ള ബോഗൺവില്ല പ്ലാന്റ്സ് ഒക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മഴക്കാലത്ത് എടുത്തൊരു വീഡിയോ ആണ്, എങ്കിലും നിറയെ പൂക്കളുണ്ട് കേട്ടോ ഇതിൽ. ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള ബോഗൺവില്ല പ്ലാന്റ്സിൽ നമ്മൾ നാടൻ ബോഗൺവില്ല പ്ലാന്റ്സിനെക്കാളും കൂടുതലായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് മഴക്കാലത്തിന് മുമ്പും മഴക്കാലത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൂണിങ് ചെയ്താൽ മാത്രമേ മസ്റ്റായിട്ട് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൂണിങ് ആണ്. അതുപോലെ തന്നെ മഴക്കാലത്ത് ഈ ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ബോഗൺവില്ല പ്ലാന്റ്സിൽ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട. കാരണം നമ്മളിപ്പോൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ മഴയത്ത് നമ്മൾ ഒലിച്ചു പോകും. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു സെപ്റ്റംബർ ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേനൽ ഇപ്പോൾ അടുത്ത സീസണിൽ പൂക്കൾ ഇടാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നന്നായിട്ട് വളവും കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ബോഗൺവില്ല പ്ലാന്റ്സിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലൊക്കെ എനിക്ക് സെപ്റ്റംബർ മാസം മുതലേ എനിക്ക് പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ഒരു നിറയെ നല്ല പല കളറിലുണ്ട്. യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. എല്ലാ കളറിലും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പൂക്കൾ. ബോഗൺവില്ല പ്ലാന്റ്സിൻ്റെ പൂക്കൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് വേറൊരു ചെടിയും വേണ്ട, ഈ ഒരു ചെടി മാത്രം